ഹരിതകർമ്മസേനാംഗങ്ങൾക്കായി കലോത്സവം സംഘടിപ്പിച്ച് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത്. തിരുവാതിര, മാപ്പിളപ്പാട്ട്, കൈകൊട്ടിക്കളി എന്നിങ്ങനെ വ്യത്യസ്തമായ മത്സരങ്ങളുണ്ടായി. ഹരിതോത്സവം 2025 വിശേഷങ്ങളിലേക്കാണ് ഇനി. വേദിയിൽ ജസ്റ്റ് നമ്പർ 146 നേരം ഇരുട്ടി തനിച്ചിരുന്നൊറ്റയ്ക്ക് പാടുന്ന പെങ്കിലിയേ നമ്മുടെ വീഥികൾ ശുചിയായി സൂക്ഷിക്കുന്ന കൈകൾ, ആ കൈകളാണ് കലയുടെ ചുവടുകളും താളങ്ങളും തീർത്തത്. തിരുവാതിരയുടെ നൃത്തഭംഗി, മാപ്പിളപ്പാട്ടിന്റെ സംഗീത മാധുര്യം, കൈകൊട്ടിക്കളിയുടെ ഉല്ലാസം എല്ലാം ഒന്നായി ചേർന്നതായിരുന്നു ഹരിതോത്സവത്തിന്റെ വേദി. യഥാർത്ഥത്തിൽ കേരളം ഇന്ന് നമ്മൾ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന ഒരു വിഭാഗമാണ് ഹരിതകർമ്മസേന. ഏകദേശം ഒരു ദിവസം തന്നെ 10-12 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, അവർക്കൊന്നും ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു കൂടിച്ചേരലും ഒക്കെ ഉണ്ടാവണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ കൊല്ലത്തെ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു ഉത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുന്നേ പലരും വേദിയിൽ കയറിയത് സ്കൂളിൽ വെച്ചായിരുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ 6 പഞ്ചായത്തിൽ നിന്നുള്ളവരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ജില്ലാ സംസ്ഥാന തലങ്ങളിലും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഇങ്ങനെ മത്സരം സംഘടിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.